ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തി മുളക് കറിയും അതിൻ്റെ പരിനീല് തോരനുമാണ് കേട്ടോ. അപ്പോൾ മത്തി അരക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പരിനീല് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിലാണ് സാധാരണ മീൻ കറി വെക്കാറുള്ളത്. കാരണം പിറ്റേ ദിവസം ആകുമ്പം മീൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മാത്രമല്ല, നമുക്ക് 2 ദിവസം വേണമെങ്കിലും ഈ കറി ഉപയോഗിക്കാം. ഈ ഒരു രീതിയിൽ വെക്കുവാണെങ്കിൽ 2 ദിവസത്തേക്ക് നമുക്ക് കറി വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ കറി വെക്കാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായ ശേഷം ഒരു സവാളയും, ചെറിയ സൈസ് സവാളയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് വഴറ്റിയ ശേഷം ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. ആദ്യം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എരിവ് അധികം ഇല്ല, കുറവാണ്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അതിനുശേഷം 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റാം. പൊടി നന്നായിട്ട് മൂത്ത് വരണം. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മീൻകറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാൻ നോക്കുക. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അതിന് 2 കഷ്ണം പുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പം എനിക്ക് കുറിയ ചാറാണ് ഇഷ്ടം. മീൻ കറി സാധാരണ ഞാൻ കുറിയ ചാറോടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുന്നത്. ആവശ്യമെങ്കിൽ ഇനി ഒഴിക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് തിളപ്പിക്കുകയാണ്. തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മാങ്ങയോ അല്ലെങ്കിൽ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല. കാരണം പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് അത് ഉപയോഗിക്കുമ്പം അതൊരു പഴകിയ പോലെ ഇരിക്കും മീൻ കറി. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ മാങ്ങയോ ഇതേപോലെ തക്കാളിയോ ചേർക്കാതിരിക്കുക. കുടംപുളി മാത്രം ചേർത്ത് വെക്കുന്നതാണ് മീൻകറി എപ്പോഴും നല്ലത്. കാരണം 2 ദിവസം നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അപ്പം മീനും കൂടെ ചേർത്ത് ഞാൻ ഇളക്കി എടുത്തിട്ട് ഇപ്പം കുറച്ച് ഇത്തിരി വെള്ളം കൂടെ ആവശ്യമുണ്ട്. കാരണം ഒന്ന് മുങ്ങിക്കിടക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മീൻ വെന്ത് കഴിയും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി കറി റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പും പുളിയെല്ലാം കറക്റ്റായിരുന്നു. ഇനി ഒന്നും ചേർക്കേണ്ടി വന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മീൻകറി എല്ലാം തിളച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഇതേപോലെ കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെ കേട്ടോ. കറിയിൽ ആവശ്യത്തിന് ഇപ്പോൾ എണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എൻ്റെ മത്തി മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ദിവസം കൂട്ടാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇനി ഈ മത്തിയുടെ പരിനീല് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിനീലെന്ന് വെച്ചാൽ മീനിൻ്റെ മുട്ട. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാൻ പിറ്റേ ദിവസം കേട്ടോ. അത് ആ ലൈറ്റിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ചെറിയൊരു സവാള അരിഞ്ഞതും പിന്നെ 2 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തോരനല്ലേ. അപ്പം ഇത് 2 പൊടികളും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പരിനീല് ചേർത്ത് കൊടുക്കാം. പരിനീലും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. 1/2 കിലോ മത്തിയുടെ പരിനീല് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അത് കറിയിൽ ഇടാമെന്ന് വിചാരിച്ചപ്പം അത് കലങ്ങിപ്പോവും, മൊത്തം കലങ്ങിപ്പോവും. എന്നാൽ അത് തോരനാക്കാമല്ലോ എന്ന് വെച്ചങ്ങ് തോരനാക്കിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പരിനീലായതുകൊണ്ട് അത് സമയമൊന്നുമില്ല വേവാൻ വേണ്ടി. ഒരു 2-3 മിനിറ്റിനകം അങ്ങ് വെന്ത് കിട്ടിക്കോളും. പരിനീലിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇളക്കാൻ പാടില്ല, കാരണം പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കാരണം തേങ്ങ ഒന്ന് വെന്ത് വരണമല്ലോ. അതിന് വേണ്ടി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. പരിനീലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിനീല് തോരൻ റെഡി ആയിട്ടുണ്ട്. പരിനീല് തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചിലർ അതെടുത്ത് കളയരുത്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പരിനീല് തോരനും അതേപോലെ മത്തി മുളക് കറിയും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.